السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈഫുൽ ഹാൽ? സീൻ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, ഒരു കഥ. ആ കഥ വായിച്ചിട്ട് അതിൽ നിന്നും മാലിയും മുലാരിയും, ആ കഥയിൽ വരുന്ന മാലിയും മുലാരിയും തിരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു ഉത്തരം നോക്കാം കേട്ടോ. നമുക്ക് ഓരോരോ സെൻറ്റൻസ് ആയിട്ട് വായിച്ചിട്ട് അതിലെ മാലിയും മുലാരിയും പറയാം. റജാ അനിയുൻ ഇലാ ഖസ്രിഹി ഫി ലൈലത്തിൻ ബാരിദ. റജാ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഫിഅല് മാലിയാണോ മുലാരിയാണോ? ഫിഅല് മാലിയാണ് അല്ലേ. റജാ ഫിഅല് മാലി. റജാ അനിയും ഇലാ ഖസ്രിഹി ഫി ലൈലത്തിൻ ബാരിദ. റഅ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന അർത്ഥം. റഅ അതും എന്താണ്? ഫിഅല് മാലിയാണ്. ആരെയാണ് കണ്ടത്? റഅൽ അനിയു അൽ അജൂസ്, ഒരു വൃദ്ധനെ കണ്ടു. യഖിഫു, കണ്ടില്ലേ? യഖിഫു നിൽക്കുന്ന, അതെന്താണ്? ഫിഅല് മുലാരിയാണ്. യഖിഫു ഫിഅല് മുലാരി. എവിടെയാണ്? അമാമ ബൈത്തിഹി, തൻ്റെ വീടിൻ്റെ മുൻപിൽ നിൽക്കുന്ന വൃദ്ധനെ കണ്ടു അല്ലേ. ഫസഅലഹു, സഅല, സഅല ചോദിച്ചു എന്നാണ് അല്ലേ. സഅല ചോദിച്ചു, അപ്പോൾ അതും എന്താണ്? ഫിഅല് മാലിയാണ്. ഹൽ തഷ്ഉറു ബിൽ ബർദ്, നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? ഫിഅല് മുലാരി ആയിരിക്കും. തഷ്ഉറു എന്ന് പറയുന്നത് ഫിഅല് മുലാരി. അജാബൽ അജൂസു, അജാബ ഉത്തരം പറഞ്ഞു എന്നാണ്. ഫിഅല് മാലിയാണ് കേട്ടോ. അജാബ ഫിഅല് മാലി. ഖാലൽ അനിയു, ഖാല പറഞ്ഞു അല്ലേ. അപ്പോൾ ഖാല ഫിഅല് മാലിയാണ്. അദ്ഖുലുൽ ഖസ്റ, ഞാൻ പ്രവേശിക്കും. അദ്ഖുലു അൽ ഖസ്റ, അപ്പോൾ അദ്ഖുലു നമ്മൾ പറഞ്ഞതാണ് ഹംസ ഏതിൻ്റെ അക്ഷരമാണ്? ഹുറൂഫുൽ മുലാറഅ, മുലാറഅത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അദ്ഖുലു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിഅല് മുലാരിയാണ്. വ ആമുറു, ഞാൻ കൽപ്പിക്കും. കണ്ടില്ലേ? ആമുറു ഞാൻ കൽപ്പിക്കുന്നു, അതും എന്താണ്? ഫിഅല് മുലാരിയാണ്. ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യമാണ് എങ്കിലും എന്താണ്? ഫിഅല് മുലാരിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ കൊട്ടാരത്തിൽ പ്രവേശിച്ച് പിന്നീട് ഞാൻ കൽപ്പിക്കും എന്നാണ്. അപ്പോൾ ആമുറു ഫിഅല് മുലാരി. ഖാദിമി അയ്യുഅതീക, അയ്യുഅതീക, കണ്ടില്ലേ? അയ്യുഅതീക, യുഅതി എന്നെന്താണ്? ഫിഅല് മുലാരിയാണ്. അഅത എന്നതിൻ്റെ മുലാരിയാണ് എന്ത്? യുഅതി. ഫഫരിഹൽ അജൂസു, ഫരിഹ സന്തോഷിച്ചു, ഫിഅല് മാലിയാണ് കേട്ടോ. ലാക്കിനിൽ അനിയ നസിയ, മറന്നുപോയി എന്നാണ്. നസിയ മറന്നു കളഞ്ഞു, ഫിഅല് മാലിയാണ്. ഫിസ്വബാഹി ലം യജിദ്, ലം യജിദ്, അതിൽ യജിദ് എന്ന് പറയുന്നത് ഫിഅല് മുലാരിയാണ് കേട്ടോ. ലം വന്നത് കൊണ്ടാണ് അത് യജിദ് എന്ന് ആയിട്ട് മാറാനുള്ള കാരണം. ബൽ കാനത്ത് ഹുനാക വറക്കത്തുൻ കുത്തിബ ഫീഹ അയ്യുഅല്ലഹു കുൻതു, കുൻതു അല്ലേ. കുൻതു, കാന കുൻതു എന്നാണ്. അതെന്താണ്? ഫിഅല് മാലിയാണ്. അതഹമ്മലു, അതഹമ്മലു ഞാൻ സഹിക്കൽ. അതഹമ്മലു ഫിഅല് മുലാരിയാണ് കേട്ടോ. അതഹമ്മലു അൽ ബർദ തൂലൽ ലൈലത്തി വൻതളിറുക, അൻതളിറു ഞാൻ കാത്തിരിക്കുക അല്ലെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ്. ഫിഅല് മുലാരിയാണ്. ഇൻതളിറയുടെ മുലാരിയാണ് യൻതളിറു, ഞാൻ കാത്തിരിക്കുക എന്നായതുകൊണ്ടാണ് അൻതളിറു എന്ന് പറയുന്നത്. പിന്നെ വലാക്കിന്നക നസീതനി, നസിയ നേരത്തെ പറഞ്ഞതാണ്, ഫിഅല് മാലിയാണ് അല്ലേ. ഇത്രയാണ് അതിൽ വരുന്ന മാലി മുലാരി. ടീച്ചർ ഇവിടെ അതിൻ്റെ മോഡൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എഴുതിയത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇൻഷാ അല്ലാ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജ് എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ഐമൻ, ആരായിരുന്നു ഐമന്? ഐമൻ്റെ വീട് മുൻ വർഷങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ നല്ലവരായ കൂട്ടുകാർ അവനക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. ആ വീടിൻ്റെ താക്കോൽ കൈമാറ്റം അല്ലെ, ആ വീടിൻ്റെ കൈമാറ്റവും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമൊക്കെ ആരായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ബാദ തസ്ലീമിൽ ബൈത്തി സാറൽ വസീറു ഉസ്റത ഐമൻ വതകല്ലമ മഅ അബീഹി അഹ്മദ് വഹുവ അലൽ കുർസിയിൽ മുതഹദ്ദിഖ്. അങ്ങനെ ബാദ തസ്ലീമിൽ ബൈത്ത്, വീടിൻ്റെ കൈമാറ്റം കഴിഞ്ഞതിന് ശേഷം അല്ലേ, വീട് കൈമാറിയതിന് ശേഷം
സാറൽ വസീറു മാമാന സാറ സന്ദർശിച്ചു. അൽ വസീറു മന്ത്രിയാണ് അല്ലേ, മന്ത്രി സന്ദർശിച്ചു. ഉസ്രത്ത് ഐമൻ ആരെയാണ് സന്ദർശിക്കുന്നത്? ഉസ്രത്ത് ഐമൻ, ഐമൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു. അങ്ങനെ തെക്കല്ലമ സംസാരിക്കുക അല്ലേ. തെക്കല്ലമ മാ അബീഹി അവൻ്റെ ഉപ്പയോട് സംസാരിച്ചു. ആരാണ് ഉപ്പ? മുസ്മുഹു അഹ്മദ്, അഹ്മദ് എന്നാണ് അവൻ്റെ ഉപ്പയുടെ പേര്. അഹ്മദ് അല്ലെ, അവൻ്റെ ഉപ്പയായ അഹ്മദിനോട് സംസാരിച്ചു. വഹുവ അലൽ കുർസിയിൽ മുതഹദ്ദിഖ്, അദ്ദേഹം എവിടെയാണുള്ളത്? അലൽ കുർസിയിൽ മുതഹദ്ദിഖ്. എന്താണ് കുർസിയിൽ മുതഹദ്ദിഖ്? വീൽ ചെയറാണ് കേട്ടോ. അൽ കുർസിയിൽ മുതഹരിക് വീൽ ചെയർ. അപ്പം അദ്ദേഹം വീൽ ചെയറിലാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പം നമുക്കിനി ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ലാ തഹ്സൻ എന്നാണ് അല്ലേ. ലാ തഹ്സൻ, നീ ദുഃഖിക്കരുത്. ലാ തഹ്സൻ, താങ്കൾ ദുഃഖിക്കരുത്, അല്ലെങ്കിൽ നീ ദുഃഖിക്കരുത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അൽ വസീർ, ഇവിടെ ആ ഒരു മന്ത്രിയും അതുപോലെ തന്നെ ഐമൻ്റെ പിതാവായിട്ടുള്ള അഹ്മദും തമ്മിൽ നടക്കുന്ന ഒരു ഹിവാറാണ് അല്ലേ. ഹിവാർ, കോൺവെർസേഷൻ, അതാണ് അവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ വസീർ മസാ അൽ ഖൈർ, അഹ്മദ് മസാ ഉന്നൂർ. അൽ വസീർ കൈഫൽ ഉമൂർ യാ അഹ്മദ്? അഹ്മദ് തമാം അൽഹംദുലില്ലാ. അൽ വസീർ അഅ്തഖിദു അന്നക മുർതാഹുൽ ആൻ. أحمد طبعا نحن مسرورون بتعاون هؤلاء الطلاب. الوزير هل يمكنك توضيح تلك المأساة؟ അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം. വസീർ മന്ത്രി പറയാണ് മസാൽ ഖൈർ, മമാൻ മസാൽ ഖൈർ, ഗുഡ് ഈവനിങ് അല്ലേ, ഗുഡ് ഈവനിങ്. അഹ്മദ് എന്താണ് തിരിച്ചു പറയുന്നത്? മസാ അന്നൂർ, ഗുഡ് ഈവനിങ്. അൽ വസീർ കൈഫൽ ഉമൂർ, കൈഫൽ ഉമൂർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന്. അംറ് എന്നതിൻ്റെ ജംആണ് ഉമൂർ അല്ലേ. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യാ അഹ്മദ്? കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു അല്ലേ, നമ്മൾ ചോദിക്കില്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു. അപ്പം അഹ്മദ് പറയാണ് തമാം അൽഹംദുലില്ലാ. തമാം എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ, കുഴപ്പമില്ല, അൽഹംദുലില്ലാ, എല്ലാം എന്താണ് റാഹത്തായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വസീർ മന്ത്രി ചോദിക്കുകയാണ് അഅ്തഖിദു, യാതക്കഥ വിശ്വസിക്കുക എന്നാണ് കേട്ടോ. ആതക്കിതു ഞാൻ വിശ്വസിക്കട്ടെ, അന്നക്ക മുർത്താഹുൽ ആൻ, അന്നക്ക തീർച്ചയായും നിങ്ങൾ എന്താണ്? മുർത്താഹുൽ ആൻ, മുർത്താഹ് സുഖപ്രദമായ അവസ്ഥ അല്ലെങ്കിൽ ആശ്വാസപരമായ ഒരു അവസ്ഥയിലാണ് എന്ന്. അൽ ആൻ ഇപ്പോൾ നിങ്ങൾ സുഖത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. അഹ്മദ് തൊബാൻ തീർച്ചയായും അല്ലെ, തീർച്ചയായും. നെഹ്നു മസ്റൂറൂൻ ഞങ്ങൾ ആരാണ്? നെഹ്നു ഞങ്ങൾ, മസ്റൂറൂൻ സന്തോഷവാന്മാരാണ് അല്ലെ, ഞങ്ങൾ വളരെ ഹാപ്പിയുള്ളവരാണ്. ബിതആവുനിഹ ഉലഇ തുല്ലാബ്, തആവുന് സഹായം, സഹകരണം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഉലഇ തുല്ലാബ് ആ വിദ്യാർത്ഥികളുടെ ഒരു സഹായം കാരണത്താൽ, ആ വിദ്യാർത്ഥികളുടെ പരസ്പര സഹകരണം കാരണത്താൽ ഞങ്ങൾ ഇന്നെന്താണ്? വെരി ഹാപ്പി അല്ലേ, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. അൽ വസീർ മന്ത്രി പറയാണ് ഹൽ യുംകിനുക താങ്കൾക്ക് സാധിക്കുമോ? അംകന സാധിക്കുക, അതിൻ്റെ മുനാരിയാണ് യുംകിനുക താങ്കൾക്ക് സാധിക്കുമോ? തൗലീഹു വ്യക്തമാക്കുക. തൗലീഹു തിൽക്കൽ മഅസാത്ത് എന്ത് വ്യക്തമാക്കുവാനാണ്? തൗലീഹു വ്യക്തമാക്കുവാൻ, തിൽക്കൽ മഅസാത്ത് ദുരന്തം അല്ലെ, ആ ദുരന്തം വ്യക്തമാക്കുവാൻ, അതൊന്ന് വിശദീകരിക്കുവാൻ, അതൊന്ന് വിവരിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഇവിടെ ഏത് ദുരന്തത്തെക്കുറിച്ചായിരിക്കും മന്ത്രി ചോദിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഐമൻ്റെ കുടുംബത്തിനുണ്ടായ ദുരന്തം, അതെന്തായിരുന്നു? മുൻ വർഷങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം അല്ലേ, അതിൽ ഐമൻ്റെ വീട് നഷ്ടപ്പെട്ടു. ആ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ഇവിടെ മന്ത്രി ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഭാഗം വായിച്ചു നോക്കാം. അതിനു മുമ്പായിട്ട് മക്കളെല്ലാവരും ഒന്ന് വായിച്ചിട്ട് അർത്ഥം കൂടെ പറഞ്ഞു നോക്കുക. അടുത്ത ഭാഗത്ത് പറയുന്നത് അഹ്മദ് അല്ലേ, ഐമൻ്റെ പിതാവായിട്ടുള്ള അഹ്മദ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നതാണ്. നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കാം. അഹ്മദ് في السنة الماضية في ليلة مظلمة كنا نائمين فجأة انهارت الصخور على بيتنا ذرفت عيناه. الوزير صديقي لا تحزن إن الله معنا كيف نجوتم؟
أحمد أنقذنا جيراننا وأسرعوا بنا إلى المستشفى. الوزير الحمد لله وذلك من واجبنا الإنساني. ما نصيحتك للجيل الجديد؟ أحمد علينا أن نواجه كل مأساة بثقة النفس وأن نتعاون فيما بيننا. الوزير مع السلامة അഹ്മദ് ഫി അമാനില്ല. മക്കളെല്ലാവരും ഒരു തവണ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അഹ്മദ് പറയാണ് ഫിസ്സനത്തിൽ മാലിയ കഴിഞ്ഞ വർഷം അല്ലെ, ഫിസ്സനത്തിൽ മാലിയ സനത്ത് സനത്ത് വർഷം, മാലിയ കഴിഞ്ഞ വർഷം, ഫി ലൈലത്തിൻ മുദ്ലിമ ലൈലത്ത് രാത്രിയാണ് അല്ലേ, മുദ്ലിമത്ത് ഇരുട്ടുമൂടിയ രാത്രിയിൽ, കുന്നാ നാഇമീൻ ഞങ്ങൾ ആയിരുന്നു, നാഇമീന ആരായിരുന്നു, നായിമ് ഉറങ്ങുന്നവർ അല്ലേ, ഞങ്ങൾ ഉറങ്ങുന്നവരായിരുന്നു. ഫിസനത്തിൽ മാലിയ ഫി ലൈലത്തിൻ മുദ്ലിമ കഴിഞ്ഞ വർഷം ആ ഇരുട്ടുള്ള രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങുന്നവരായിരുന്നു. ഫജാത്തൻ ഫജാത്തൻ പെട്ടെന്ന് അല്ലേ, സഡൻലി പെട്ടെന്ന്, ഇൻഹാറത്ത് സുഹൂറു ഇൻഹാറ ഉതിർന്ന് വീയ അല്ലെങ്കിൽ അടർന്നു വീയ എന്നാണ് കേട്ടോ. സുഹൂർ പർവ്വതം, പാറ അല്ലേ, പാറകളിങ്ങനെ ഉതിർന്നു വീണു അല്ലെങ്കിൽ അടർന്നു വീണു എന്നാണ്. അലാബൈത്തിന ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക്, അലാബൈത്തിന ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് വിവരിക്കുന്ന സമയത്ത് ദറഫത്ത് ഐനാഹു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. ദറഫത്ത് ഐനാഹു എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതിനാണ്. അപ്പം അൽ വസീർ മന്ത്രി പറയാണ്, സ്വദീഖി അല്ലേ, മൈ ഡിയർ ഫ്രണ്ട് അല്ലെ കൂട്ടുകാരാ, ലാ തഹസൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദുഃഖിക്കരുത്, താങ്കൾ ദുഃഖിക്കരുത്, ഹസിന ദുഃഖിക്കുക, ലാ തഹസൻ താങ്കൾ ദുഃഖിക്കരുത്, ഇന്നല്ലാ അമാന തീർച്ചയായും അല്ലാഹു തആല അല്ലെ, അല്ലാഹു എന്തുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. എന്നിട്ട് മന്ത്രി ചോദിക്കുകയാണ്, കൈഫ് നജൗത്തും നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുക, നജൗത്തും നിങ്ങൾ രക്ഷപ്പെടുക, എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? അപ്പൊ അഹ്മദ് പറയാണ്, അൻകഥ രക്ഷപ്പെടുത്ത, അൻകഥന ഞങ്ങളെ രക്ഷപ്പെടുത്തി. ആരാണ് രക്ഷപ്പെടുത്തിയത്? ജീറാനുന, ജാറ് എന്നതിൻ്റെ ആണ് ജീറാൻ, മാമാന ജീറാൻ അയൽവാസികൾ അല്ലെ, ജാറ് അയൽവാസി, ജീറാന് അയൽവാസികൾ, ജീറാനുന ഞങ്ങളുടെ അയൽവാസികൾ, അൻകഥന ജീറാനുന ഞങ്ങളുടെ അയൽവാസികളാണ് രക്ഷപ്പെടുത്തിയത്. അസ്റഉ ബിന വേഗത്തിൽ പോവുക, ധൃതിയിൽ പോവുക, അതാണ് അസ്റഅ. അസ്റഉ അവർ വേഗത്തിൽ പോയി, ബിന ഞങ്ങളെയും കൊണ്ട്, ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് അവർ ഞങ്ങളെയും കൊണ്ട് വേഗത്തിൽ പോയി. അൽ വസീർ അപ്പം മന്ത്രി പറയാൻ, അൽഹംദുലില്ലാ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, വദാലിക അത് മിൻ വാജിബിനൽ ഇൻസാനി ഓരോ മനുഷ്യൻ്റെയും കടമയാണ്, മിൻ വാജിബിന നമ്മുടെ കടമയിൽപ്പെട്ടതാണ്, അൽ ഇൻസാനി മാനുഷികപരമായിട്ടുള്ള അല്ലേ, ഓരോ മനുഷ്യൻ്റെയും കടമയാണ് എന്ത്, തൻ്റെ അയൽവാസിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എന്നിട്ട് മന്ത്രി ചോദിക്കുകയാണ്, മാ നസീഹത്തുക നസീഹത്ത് ഉപദേശം, നസീഹ ഉപദേശം, മാ നസീഹത്തുക താങ്കളുടെ ഉപദേശം എന്താണ്, ലിൽ ജീൽ ജദീദ് ജീല് തലമുറ അല്ലെ, അടുത്ത തലമുറ, ജനറേഷൻ അല്ലെ, അടുത്ത ന്യൂ ജനറേഷൻ, അതാണ് ലിജീൽ ജദീദ് എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് താങ്കൾക്ക് നൽകുവാനുള്ള നസീഹത്ത് എന്താണ്, ഉപദേശം എന്താണ് എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. എന്ത് നസീഹത്തായിരിക്കും ഹൈമൻ്റെ പിതാവ് നൽകുന്നത്, നമുക്ക് നോക്കിയാലോ. അപ്പോൾ അഹ്മദ് പറയാണ്, അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ മേൽ ബാധ്യതയാണ്, നുവാജിഹ ഫേസ് ചെയ്യുക അല്ലേ, അഭിമുഖീകരിക്കൽ, കുല്ലമ സാത്തിൻ എല്ലാ ദുരന്തങ്ങളെയും, ബിസിഖത്തിൻ നഫ്സ് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കൽ എന്താണ്, നമ്മുടെ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ
നതആവന പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക അല്ലേ. അന്നതആവന നമ്മൾ പരസ്പരം സഹകരിക്കുവാനും ഫീമാ ബൈനന നമുക്കിടയിൽ ഉണ്ടാകുന്നതായ ദുരന്തങ്ങളിലൊക്കെ തന്നെ പരസ്പരം സഹായിക്കുവാനും അല്ലെങ്കിൽ പരസ്പരം സഹകരിക്കലും ദുരന്തങ്ങളിൽ ആത്മവിശ്വാസത്തോടു കൂടി നിലകൊള്ളലും നമ്മുടെ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്, നിർബന്ധമാണ് എന്നുള്ളൊരു നസീഹത്താണ് ആര് നൽകുന്നത്? ഐമൻ്റെ പിതാവായിട്ടുള്ള അഹ്മദ് നൽകുന്നത്. അങ്ങനെ മന്ത്രി എന്ത് ചെയ്യാണ്? അവിടുന്ന് യാത്ര പറഞ്ഞു പോവാണ്. അൽ വസീർ മഅസ്സലാമ. എന്താണ് മഅസ്സലാമ? ഗുഡ് ബൈ അല്ലേ. ഗുഡ് ബൈ എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് തിരിച്ചു പറയാണ് ഫി അമാനില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാവട്ടെ, താങ്കൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാവട്ടെ എന്നാണ്. അതോടുകൂടി ആ ഒരു ഹിവാർ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ താഴെ നമുക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നസ്തഖ്രിജു മിനൽ ഹിവാരി അൽ കലിമാത്തി തഹ്ദീബിയ കമാ ഫിൽ മിസാൽ എന്നാണ്. നസ്തഖ്രിജു മിനൽ ഹിവാരി, ആ ഒരു സംഭാഷണത്തിൽ നിന്നും നമുക്ക് പുറത്തു കൊണ്ടുവരാം. എന്താണ് പുറത്തു കൊണ്ടുവരേണ്ടത്? കലിമാത്തി തഹ്ദീബിയ കമാ ഫിൽ മിസാൽ, അവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള പദങ്ങളുണ്ടല്ലോ, അത്തരം പദങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? പുറത്തു കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? മസാഉൽ ഖൈർ അല്ലേ, മസാഉൽ ഖൈർ. അതുപോലെ നമ്മുടെ ആ പാഠത്തിൽ വന്നിട്ടുള്ള പദങ്ങളാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത്. നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം വരുന്നത് മസാഉൽ ഖൈർ, മസാ ഉന്നൂർ അല്ലേ, മസാഉൽ ഖൈർ, മസാ ഉന്നൂർ. അതുപോലെ തന്നെ തമാം അൽഹംദുലില്ല, കണ്ടില്ലേ, തമാം അൽഹംദുലില്ല. പിന്നെ ഏതാ വരുന്നത്? തൊബാൻ, തൊബാൻ അല്ലേ, തൊബാൻ. ഇതെല്ലാം എന്താണ്? സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഓരോ പ്രയോഗങ്ങളാണ് അല്ലേ. ഇനി അടുത്ത പേജിൽ ഏതൊക്കെ വരുന്നത് നോക്കാം നമുക്ക്. അതിൽ ലാ തഹ്സൻ വേണമെങ്കിൽ പറയാൻ പറ്റും, ലാ തഹ്സൻ. അതേപോലെ തന്നെ അൽഹംദുലില്ല, കണ്ടില്ലേ, അൽഹംദുലില്ല. അതുപോലെ തന്നെ മഅസ്സലാമ, ഫി അമാനില്ല. ഇതെല്ലാം തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഔപചാരികമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാകുന്നു അല്ലേ. ഇനി ഇതല്ലാത്ത സാധാരണ നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളും കൂടെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടീച്ചർ ഇവിടെ കുറച്ച് കലിമാത്ത് തഹ്ദീബികൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വർക്ക്ഷീറ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇതാണ് വർക്ക്ഷീറ്റ്, അതായത് ഹയ്യാനുല ഇമു അൽ കലിമാത്ത് തഹ്ദീബിയ എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള കലിമാത്ത് തഹ്ദീബിയകൾ പരസ്പരം മാച്ച് ചെയ്യിക്കാനാണ് കേട്ടോ. അത് പരസ്പരം മാച്ച് ചെയ്യിക്കാനാണ്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, തിരിച്ചെന്താണ് പറയുക? വാലൈക്കും അസ്സലാം. അതേപോലെ സ്വബാൽ ഖൈർ, മസാൽ ഖൈർ, ശുക്രൻ, മാഷാ അല്ലാ, ജസാക്കല്ലാ, മഅസ്സലാമ. ഇതിനോടൊക്കെ യോജിച്ചത് അപ്പുറത്തിൽ നിന്ന് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മക്കൾക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.